പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് സംസ്ഥാനത്ത് ഒരു വലിയ പാലുകാച്ചൽ ചടങ്ങ് കൂടെ നടക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ഔദ്യോഗികമായി ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ അവിടെ ചടങ്ങുകൾക്കൊക്കെ തുടക്കമായിട്ടുണ്ട്. ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി അല്പം മുൻപ് കന്റോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു എന്നും മനസ്സിലാക്കുന്നു. അനുരു അശോകൻ വിവരങ്ങളുമായിട്ടുണ്ട്. അനുരു, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് എത്തിയോ? അനുരു, എന്താണ് ക്ലിഫ് ഹൗസിലെ ചടങ്ങുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ? എന്താണ് സാഹചര്യം? സേതു മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ വി ഡി സതീശൻ തൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത്. 6:45 കൂടിയാണ് അദ്ദേഹവും ഭാര്യയും മകളുമായിട്ട് ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് പോയിരിക്കുന്നത്. നേരത്തെ 6 മണി എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അല്പം താമസിച്ച് 6:45 കൂടിയാണ് ഇപ്പോൾ തൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ മറ്റ് പരിപാടികളൊന്നുമില്ല, വളരെ ചുരുക്കം ചെറിയ പരിപാടികൾ മാത്രം, ഗൃഹപ്രവേശനം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ തന്നെ ഈ ഭരണം മാറിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞിരുന്നു. എന്നാൽ അപ്പോഴും പ്രതിപക്ഷ നേതാവ് തൻ്റെ ഔദ്യോഗിക വസതി ഒഴിയാൻ തയ്യാറായിരുന്നില്ല. ഈ ക്ലിഫ് ഹൗസിലെ അറ്റകുറ്റപ്പണികളെ തുടർന്നാണ് അദ്ദേഹം തൻ്റെ ഈ ഒരു വീട് മാറൽ താമസിപ്പിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ ഇതേ തുടർന്ന് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ തുടർന്ന് ബേക്കറി ജംഗ്ഷനിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കുകയായിരുന്നു. ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി തുടരുന്ന ഈ ഒരു നിലപാടിൽ CPM അടക്കം കടുത്ത അമർഷം രേഖപ്പെടുത്തിയിരുന്നു. ഒരു മാസമായിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ വസതി ഒഴിയുന്നില്ല എന്നുള്ളതായിരുന്നു ശിവൻകുട്ടി അടക്കമുള്ളവർ ചോദിച്ചത്. പിണറായി വിജയൻ തന്നെ ഈ ഒരു കാര്യത്തിൽ പത്രസമ്മേളനത്തിൽ തൻ്റെ ഒരു നീരസം പ്രകടമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പാണ് ക്ലിഫ് ഹൗസിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത്. പെയിൻ്റ് അടിക്കുന്നതും മറ്റ് ചില പണികൾ, മേൽക്കൂര പുതുക്കി പണിയുന്നതടക്കമുള്ള പണികൾ ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ പണികൾ പൂർത്തിയായിട്ടില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ തനിക്ക് ഔദ്യോഗിക വസതിയിലേക്ക് മാറണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് രാവിലെ 6:45 കൂടി ക്ലിഫ് ഹൗസിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്. 7 മണിയോടുകൂടി തന്നെ ചെറിയൊരു പാലുകാച്ചൽ ചടങ്ങ് നടക്കുമെന്നാണ് അറിയുന്നത്. മറ്റ് ആരെയും വിളിച്ചിട്ടില്ല. ബന്ധുക്കളും അദ്ദേഹവും ഭാര്യയും അടങ്ങുന്ന ചെറിയൊരു ചടങ്ങ് മാത്രമായിരിക്കും ക്ലിഫ് ഹൗസിൽ നടക്കുക. ചെയ്തു.